നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് മാസം ഓണത്തിന് മുമ്പായി തന്നെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. ഒരു മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും കൂടെ നമുക്ക് ലഭിക്കുന്നത് 3200 രൂപയായിരിക്കും. എന്ന് മുതലാണ് ഈ 3200 രൂപ നമുക്ക് ലഭിക്കുക? അത് ഒറ്റ തവണയായിട്ടോ 2 തവണയായിട്ടോ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അടുത്ത മാസങ്ങൾ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി പുതിയ പെൻഷന് എങ്ങനെ അപേക്ഷിക്കാം? കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് റിജക്റ്റ് ആയ ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിയ പെൻഷൻ ലഭിക്കും? അതുപോലെ തന്നെ കഴിഞ്ഞ 1-2 വർഷങ്ങളായി പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട്, പെൻഷൻ റിജക്റ്റ് ചെയ്ത ആളുകളുണ്ട്. അവർക്കിപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുമോ? പെൻഷൻ പണം കൂടുന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഓരോ കാര്യങ്ങളെ ഓരോന്നായിട്ട് നോക്കാം. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുക, അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പെൻഷൻ റിജക്റ്റ് ചെയ്ത ആളുകൾക്ക് രണ്ടാമത് വീണ്ടും അപേക്ഷിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, സർക്കാരിൻ്റെ പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങുകയും പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് റിജക്റ്റ് ആവാറുമുണ്ട്. ചിലപ്പോൾ നമ്മുടെ പേരിലുള്ള വാഹനങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള AC അല്ലെങ്കിൽ നമ്മുടെ പേരിൽ നമ്മുടെ സ്ഥലത്തുള്ള മറ്റാളുടെ വീടുകളോ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട്. അല്ലെങ്കിൽ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് റിജക്റ്റ് ചെയ്ത ആളുകളുണ്ട്. അവർക്കിപ്പോൾ ഒരു പ്രാവശ്യം കൂടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആയേക്കാം. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. നമ്മുടെ പെൻഷൻ സംബന്ധമായുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ ആളുകളായിരുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്, അതല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർമാരാണ്. ഈ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് അവർക്ക് കൂടുതൽ ആവശ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അപേക്ഷ ചിലപ്പോൾ അവർ പരിഗണിച്ചേക്കാം, പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ചെയ്തേക്കാം. ഈ ഒരു വർഷം അവസാനത്തിൽ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ നമ്മൾ കൊടുക്കുന്ന അപേക്ഷയിൽ എല്ലാ കാര്യങ്ങളും അവർ തീരുമാനമെടുത്തിട്ടായിരിക്കും പുതിയ ഭരണസമിതിയിലേക്ക് അവർ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നതും കഴിഞ്ഞ പ്രാവശ്യമെല്ലാം റിജക്റ്റ് ചെയ്ത ആളുകളെല്ലാം ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചോളും. ഈ ഒരു അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇലക്ഷന് മുമ്പായത് കൊണ്ട് തന്നെ അവർ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ പെൻഷൻ റിജക്റ്റ് ആക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. ഈ ഒരു അവസരം നമ്മൾ പരമാവധി മുതലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് മറ്റ് കാരണങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. പലർക്കും ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാതെയാണ് പെൻഷൻ മുടങ്ങിയത് എങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമുണ്ട്. നമ്മൾ മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പെൻഷൻ ആക്റ്റീവ് ആകും. അതല്ല, നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ നമുക്കൊരു അപ്പീൽ കൊടുക്കാൻ സാധിക്കും. ഈ അപ്പീലിൻ്റെ കാര്യം വാർഡ് മെമ്പർമാർ നോക്കുന്നത് കൊണ്ട് തന്നെ നമുക്കും ഇപ്പോൾ ആ ഒരു അവസരം നമുക്ക് മുതലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെയാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ 2 വർഷത്തോളമായി പെൻഷൻ പണം കൂടിയിട്ടില്ല. 1600 രൂപ മാത്രമാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി എല്ലാ മാസവും നമുക്ക് പെൻഷൻ ലഭിക്കുന്നുമുണ്ട്. ഇനി 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഈ കുടിശ്ശിക കൊടുത്തു തീർത്ത് കഴിഞ്ഞാൽ പെൻഷൻ പണം 150 രൂപയോ 200 രൂപയോ പെൻഷൻ പണം കൂടാനാണ് സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ കൂടുതൽ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു, ഒട്ടുമിക്ക മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച്. അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് പെൻഷൻ പണം എപ്പോൾ വേണമെങ്കിലും കൂട്ടാം, അതിന് പ്രത്യേക ഒരു ബജറ്റിലെ അവതരണം ആവശ്യമില്ല, സർക്കാരിൻ്റെ നയപരമായ തീരുമാനമായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നുള്ളത്. ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനും അതിനുശേഷം വരുന്ന നിയമസഭാ ഇലക്ഷൻ കൂടി അടുത്തായത് കൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ പെൻഷൻ പണം കൂട്ടി പുതിയ ഇലക്ഷന് സമീപിക്കാനായിരിക്കും സർക്കാരുകൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ 150 രൂപയോ അല്ലെങ്കിൽ 200 രൂപയോ ആയിരിക്കും പെൻഷൻ പണം കൂടുക. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ട്. ഇപ്പോഴും വളരെ കുറച്ച് ശതമാനം ആളുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക.
നമുക്കറിയാം, ഏതൊരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അടുത്ത മാസമായിരിക്കും അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യാമൂലം നൽകേണ്ടി വരും. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ്. കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ളവർക്കും ഈ വർഷം നിർബന്ധമായി നൽകണം. ഈ ഒരു വിധവാ പെൻഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 60 വയസ്സ് എന്നാണോ തികയുന്നത്, നമ്മൾ കൊടുത്ത രേഖ അനുസരിച്ച് എന്നാണോ 60 വയസ്സ് പഞ്ചായത്തിൻ്റെ രേഖയിൽ തികയുന്നത്, അന്നുവരെ നമ്മൾ ഈ സത്യാമൂലം നൽകേണ്ടി വരും. അടുത്ത മാസങ്ങളിലെല്ലാം വിദേശയാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ പേപ്പർ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിങ്ങും. ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വിദേശത്തേക്കുള്ള യാത്രയും മറ്റും നമ്മൾ ക്രമീകരിക്കുക. ഇപ്പോൾ വിദേശത്തുള്ള ആളുകൾ, കഴിയുന്ന ആളുകളാണെങ്കിൽ നാട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനും ശ്രമിക്കുക. ഇതിൽ പല ആളുകൾക്കും ഉള്ളൊരു കാര്യമാണ്, ചില ആളുകൾക്ക് 2 പെൻഷൻ ലഭിക്കുന്നുണ്ട്. നമ്മൾ മാസാമാസം പണം അടച്ച ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് 2 പെൻഷൻ ഐ ഡി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്ക് 2 പ്രാവശ്യവും 2 പെൻഷൻ ഐ ഡി ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്ത ആളുകൾ, ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അതുകൂടി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് കേന്ദ്രത്തിൻ്റെ വിഹിതമായി 200-300 രൂപ, പല ആളുകൾക്കും 1400 പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ബാക്കി 200-300 രൂപ പെൻഷൻ ലഭിക്കാത്തതിന് കാരണം അതാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത്